പ്രോമിസറി നോട്ട് എന്തിനെന്ന്? അപ്പം നിനക്ക് അതും അറിഞ്ഞൂടെ? ഇവിടെ വല്ല കാര്യം ഉണ്ടായിരുന്ന കയ്യിലിരുന്ന കാശെടുത്ത് കടം കൊടുക്കാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നാ? മാനത്തോട്ട് നോക്കിയിരും, വേഴാമ്പൽ കൊണ്ടുവരും. കളിയാക്കരുതെന്നാ. പിന്നെ കളിയാക്കാതെ ഞാൻ എന്ത് ചെയ്യണം? നീ കാശ് കൊടുത്ത് ശരി, നീ ചെക്ക് വല്ലതും വാങ്ങിച്ചിരുന്ന? ചെക്കും വാങ്ങിച്ചില്ല. ചെക്ക് വാങ്ങിച്ചിരുന്നെങ്കിൽ നമ്മൾ ബാങ്കിൽ കൊണ്ട് കൊടുത്ത് അതിനകത്ത് കാശില്ല എന്ന് പറയുന്ന ഒരു മെമ്മോ എഴുതി വാങ്ങിക്കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ വക്കീൽ നോട്ടീസ് അയക്കണം. ആ വക്കീൽ നോട്ടീസ് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ഈ നോട്ടീസ് കിട്ടി 15 ദിവസത്തിനുള്ളിൽ പണം മടക്കി തരണമെന്ന്. ഈ 15 ദിവസം കഴിഞ്ഞ് അടുത്ത 30 ദിവസത്തിനുള്ളിൽ കേസ് ഫയൽ ചെയ്യണം. 30 ദിവസത്തിനുള്ളിൽ ഈ കേസ് ഫയൽ ചെയ്തില്ലെങ്കിൽ നിനക്ക് ജമ്മത്ത് പണം കിട്ടാൻ പോണില്ല. 1-2 ദിവസം മാറിയാൽ പോലും വലിയ പാടാണ്. അത് ഇത്ര വലിയ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നീ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ടെസ്റ്റ് എഴുതാനൊന്നും പോകണില്ലല്ലോ. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവാനുള്ള നിയമ പരിജ്ഞാനമാണ് വക്കീലെണ്ണം തരണത്. ഇനി വക്കീലെണ്ണം കുറേ മറച്ചു വെച്ചു, വക്കീലെണ്ണം കൂടുതലൊന്നും പറഞ്ഞില്ല. ഇതൊക്കെ കൂടുതൽ പറയണമെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും. മനസ്സിലായ? ശരി, ഇനി അതും പോട്ട്. നീ വല്ല പ്രോമിസറി നോട്ട് എഴുതി വാങ്ങിച്ചാ? പ്രോമിസറി നോട്ട് എന്തിനെന്നാ? അപ്പം നിനക്ക് അതും അറിഞ്ഞൂടെ? പ്രോമിസറി നോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പണം കടം കൊടുക്കുമ്പോൾ ഒരു വെള്ള പേപ്പറിൽ ഇത്രാം തീയതി ഞാൻ ഇന്നയാൾക്ക്, ഞാനെന്ന് പറയുമ്പോൾ നമ്മുടെ മേൽവിലാസമൊക്കെ എഴുതണം. അത് കഴിഞ്ഞിട്ട് ഇന്നയാൾക്ക് അയാളുടെ പേര് മേൽവിലാസവും ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ട് അയാൾ ആവശ്യപ്പെടുന്ന മുറയ്ക്കോ അല്ലെങ്കിൽ ഇത്ര തീയതിക്ക് മുമ്പായോ എനിക്ക് പണം തരാമെന്ന് പറഞ്ഞെഴുതി അതിൻ്റെ അടിയിലൊരു റവന്യൂ സ്റ്റാമ്പ്, 1 രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് അതിൻ്റെ പുറത്തൂടെ എഴുതി ഒപ്പിടുന്നതിനാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ഈ പ്രോമിസറി നോട്ട് കൊണ്ട് കോടതിയിൽ പോയി ഫയൽ ചെയ്ത് ഈ പൈസ വാങ്ങിച്ചവന് വസ്തുവകകളുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യാം. അതും ചെയ്തില്ല. ശരി പോട്ട്. അവൻ നിനക്ക് കാശ് തിരിച്ച് തരാമെന്ന് പറയുന്ന വല്ല ആഡിയോ വീഡിയോ റെക്കോർഡുകൾ വല്ലതും ഉണ്ടാ? അതില്ല. ശരി, പൈസ എങ്ങനെ കൊടുത്തത്? ബാങ്ക് വഴിയല്ലേ കൊടുത്തത്? അല്ലേ? പിന്നെ കയ്യിൽ നേരിട്ട് കൊണ്ട് കൊടുത്താ? അച്ഛടാ പാവി. ശരി, ഈ കയ്യിൽ നേരിട്ട് കൊണ്ട് കൊടുക്കുന്നതിന് നിൻ്റെ കൂടെ വല്ല സാക്ഷികളുണ്ടായിരുന്ന? അതും ഇല്ലേ. പിന്നെ എന്തിനെടുത്തിട്ട് നമ്മളിപ്പോൾ കോടതിയിൽ പോകും? എന്തോന്ന് തെളിവുണ്ട്? പത്രസമ്മേളനം നടത്തിയ? നിൻ്റെ പൈസയുടെ കാര്യമാണ് അവൻ പത്രസമ്മേളനം നടത്തിയത്, ഞാൻ കേട്ട്. അപ്പം നിൻ്റെ 1 ലക്ഷം രൂപ വാങ്ങി എന്നിട്ട് തെക്കേതിലെ ചന്ദ്രേട്ടൻ്റെ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി കൊറോണ സമയത്ത് മരുന്നും മന്ത്രവും പലവ്യഞ്ജനവും ഒക്കെ വാങ്ങിച്ച് കൊടുത്തെന്നും അങ്ങനെ പൈസ തീർന്നു പോയെന്നും അത് കൂടാതെ തന്നെ ദിവാകരനും മുരുകനും 1 ലക്ഷം രൂപ കൊടുത്തെന്നും ചന്ദ്രേട്ടൻ്റെ കുടുംബത്തിനെ സഹായിച്ചുകൊണ്ട് അവർ രണ്ടുപേരും പിന്നെ പൈസ വേണ്ടാന്ന് വെച്ചെന്നും പറഞ്ഞു. പിന്നെ നീ കൊടുത്ത 1 ലക്ഷം രൂപ കഴിഞ്ഞ 10 വർഷമായിട്ട് നിൻ്റെ വീട്ടുവളപ്പിൽ തേങ്ങയൊക്കെ വെട്ടണതിൻ്റെ കൂലിയായിട്ട് നീ കൊടുത്തില്ലെന്നും അതവൻ കൂലിയിൽ വകവെച്ചെന്നും പറഞ്ഞിട്ടുള്ള പത്രസമ്മേളനം അല്ലേ? ഇതും കൊണ്ട് ഞാൻ കോടതിയിൽ പോകണം. പൈസ കിട്ടാൻ ഒരു വഴിയില്ലേ എന്നാ? ഒരു വഴിയേ ഉള്ളൂ. ഇതെന്തരെന്നറിയാം? റബ്ബർ. അത് കൊണ്ടുപോയി വലിച്ചോണ്ടിരി. കോമഡി ഇല്ലാത്ത സീനിൽ വെറുതെ ചിരിക്കല്ലേ. عندي خوش فصلة يا اخي تفوز والله خوش رقصة يا اخي دوس عندي خوش